നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂതുമായി നിങ്ങളുടെ കാതുകളിൽ ഈ സന്ദേശം എത്തിപ്പാൻ ദൈവത്തിൻ്റെ കൃപ ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നും ദൈവവചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ, ഇവിടെ ആയിരിക്കുന്ന സകല മനുഷ്യരെയും സ്നേഹിക്കുന്നവൻ, തിരുവചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്നവരെ ഒരുപാട് കരുതുകയും സ്നേഹിക്കുകയും നടത്തുകയും ചെയ്യുന്നവൻ, ദൈവത്തോടടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന മഹാദൈവം, ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് കർത്താവിന് പറയാനുള്ളത് കേൾക്കാൻ കാതോർക്കാം. ദൈവസന്നിധിയിൽ ഇന്നത്തെ ആലോചനയ്ക്കായി ദിനവൃത്താന്ത പുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു, അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു, അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. യാക്കോബിന് ജനിച്ച മക്കൾ, ആ മക്കളെ 12 ഗോത്രങ്ങളായിട്ടാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. 12 മക്കൾ യാക്കോബിൻ്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുകയും അവരെ ഓരോരുത്തരെയും ഓരോരോ നിലവാരത്തിൽ പരിശുദ്ധനായ ദൈവം കാണുകയും ആ ഗോത്രങ്ങൾക്കെല്ലാം പ്രത്യേകത കൽപ്പിക്കുകയും അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ ബൈബിളിനകത്ത് കാണപ്പെടുന്നു. അതിൽ യഹൂദ ഗോത്രം രാജകീയ ഗോത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഭാഗങ്ങളിൽ യഹൂദ ഗോത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഒരു വലിയ പ്രസംഗത്തിനുള്ള വക യഹൂദ ഗോത്രം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ഒരു വാക്യം മാത്രം ഇന്നത്തെ ആലോചനയ്ക്ക് നമ്മളോട് എന്തോ ദൈവത്തിന് പറയാനുണ്ട്, അത് കേൾക്കാൻ വേണ്ടി ഈ ഒരു വാക്യം മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് എടുക്കുകയാണ്. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് ആയിത്തീരുക എന്നൊരു പ്രയോഗം. ആയിത്തീരുക. ഈ ലോകത്തിൽ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആയിത്തീരാനുള്ള അവകാശമുണ്ട്. ആയിത്തീരാനുള്ള അവകാശം മനുഷ്യർക്ക് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകലത്തിനും അങ്ങനെ ആയിത്തീരാം. 2 വശമുണ്ട് താനും. യൂദയെക്കുറിച്ച് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യൂദയെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത, ചുംബനം കൊണ്ട് ഗദസമന തോട്ടത്തിൽ വെച്ച് ഒറ്റിക്കൊടുത്ത യൂദയെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊരു പ്രയോഗം ഇങ്ങനെയുണ്ട്: ദ്രോഹി ആയിത്തീർന്ന യൂദ. ദ്രോഹി ആയിത്തീർന്ന യൂദ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴേ ദ്രോഹിയായി വന്നതല്ല, ജനിച്ചതേ ദ്രോഹിയായിട്ട് ജനിച്ചതുമല്ല. ഗ്രാജുവലി ഓരോരോ പ്രവൃത്തികളിലൂടെ, ഓരോരോ ഇടപാടുകളിലൂടെ പതുക്കെ യൂദ ദ്രോഹി ആയിത്തീരുകയായിരുന്നു. ഇങ്ങനെ മനുഷ്യൻ വേണമെങ്കിൽ ഈ ഒരു ജന്മം കൊണ്ട് കൊള്ളരുതാത്തവനും, കള്ളനും, ദുഷ്ടനും, നിരീശ്വരനും, ദൈവമില്ലാത്തവനും, കൂടപ്പുറപ്പ് സ്നേഹമില്ലാത്തവനും, ദ്രോഹിയും ഒക്കെ ആയിത്തീരാം. ഇന്നും അത് വേണ്ടുവോളം നടക്കുന്നുണ്ട്. ആയിത്തീരാം. ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന വാർത്തകളിലൊക്കെ എത്രയെത്ര ക്രൂരതകളാണ്. ക്രൂരന്മാരായിത്തീരുകയാണ്. മനസാക്ഷിയില്ലാത്ത, സ്നേഹമില്ലാത്ത നിലവാരത്തിൽ ആയിത്തീരുക. ദൈവാലയത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും: എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതാണ്, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കിത്തീർത്തു. ദൈവാലയം എത്ര നല്ലതായിരുന്നു. ആലയത്തിനകത്ത് വന്ന് എത്രയോ പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ശലോമോൻ്റെ പ്രാർത്ഥന ഉള്ളടക്കം ശ്രദ്ധിച്ചാൽ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചവരെ പോലും ദൈവം കടാക്ഷിച്ചിട്ടുണ്ട്. ഏത് ജാതിയാണെങ്കിലും, ഭൂമിയുടെ ഏത് അറ്റത്തുനിന്ന് വന്നവനാണെങ്കിലും ആ ആലയം എത്രയോ പേരുടെ ദുഃഖം തീർത്തിട്ടുണ്ട്, സങ്കടങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇന്ന്
അതിൻ്റെ നടത്തിപ്പുകാരും കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ചേർന്നത് കള്ളന്മാരുടെ ഗുഹയായി തീർന്നു, ആക്കി തീർത്തു. ചില കുടുംബങ്ങളെ നരകമാക്കി തീർക്കാം, ചില മനുഷ്യരെ ഒന്നിനും കൊള്ളാത്തതാക്കി തീർക്കാം. ചിലരുടെ കൂടെ നടന്നാൽ മതി. സൂക്ഷിച്ചോളണം. ഈ ലോകം ഇതൊക്കെ സമ്മാനിക്കുന്നതാണ്, മനസ്സിലാക്കണം. ചുമ്മാ നമ്മൾ 3 കിലോ അരി മേടിച്ച് ചില കൂട്ടാനും കൂടി വെച്ച് തിന്നും കുടിച്ചും കിടന്നുറങ്ങി തീർത്താൽ പോരാ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ കണ്ണാടിയിലൂടെ, ആത്മീയതയുടെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിക്കണ്ട് ജീവിച്ചാൽ അവരവർക്ക് കൊള്ളാം. ഇവിടെ ആയിത്തീരുന്നുണ്ട് പലതും. മറുവശം, പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവത്തോടടുത്ത് നിന്നും ആത്മീക കൂട്ടായ്മകളിൽ പങ്കെടുത്തും വേദപുസ്തകം വായിച്ചും ഇതുപോലത്തെ കൊച്ചു കൊച്ചു സന്ദേശങ്ങൾ കേട്ടും ഒരു തെറ്റുപറ്റിയാൽ അനുതപിച്ചും ദൈവത്തോട് ഏറ്റുപറഞ്ഞും ഉപവസിച്ചും കണ്ണുനീരൊഴുക്കിയും ദൈവദാസന്മാരുടെ ഉപദേശം കേട്ടും അപ്പോസ്തോലിക മാർഗത്തിൽ പിന്തുടർന്നും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നും ക്ഷമിച്ചും പുറത്തും കരുണ കാണിച്ചും ഒക്കെയായി ഇവിടെ പ്രബലരായി തീർന്ന, അനുഗ്രഹീതരായി തീർന്ന, ബഹുസമ്പന്നരായി തീർന്ന, ഭാഗ്യവാന്മാരായി തീർന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരുണ്ടെന്ന് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഉത്സാഹത്തോടെ പറയാം. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ എന്തുവായാലും നിങ്ങൾക്കും ആയിത്തീരാം സുഹൃത്തെ. ഒത്തിരി കണ്ണുനീരും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന, ഒത്തിരി വേദനകളിലൂടെ കടിച്ച് ചവച്ച് കയ്പുനീര് കുടിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്കും ഇനിയും ചാൻസ് ഉണ്ട്, ഇനിയും സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രായം എന്തുമാകട്ടെ, ആയിത്തീരാം. അതിനുള്ള വഴിയുണ്ട്. വേദപുസ്തകം വായിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, ദൈവം പറയുന്നത് കേൾക്കണം, നിങ്ങൾക്കായിത്തീരാം. ഇവിടെ ഇതാ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്ന യഹൂദ. എന്നെ അത് ആശ്ചര്യപ്പെടുത്തി. ഒരു വീട്ടിൽ ഒരപ്പന് ഒരേ സാഹചര്യത്തിൽ, ഒരേ കാലഘട്ടത്തിൽ, ഒരേ ദൈവവിശ്വാസത്തിൽ, ഒരേ പശ്ചാത്തലത്തിൽ ജനിച്ച 10-12 മക്കളിൽ മറ്റു 11 പേരെക്കാൾ യഹൂദ പ്രബലനായി തീർന്നു. എങ്ങനെ അത് സാധിച്ചു? ഞാനതിൻ്റെ യഹൂദ എന്ന വ്യക്തിയുടെ ക്യാരക്ടറും നടപടിയും സ്വഭാവവും അതിലേക്കൊന്നും പോകാതെ പൊതുവായൊരു സന്ദേശമായതുകൊണ്ട് ഞാൻ ആ വാക്കിനെ ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ അവതരിപ്പിക്കാം. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. എൻ്റെ അമ്മ തന്നെ പ്രസവിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പേരിടുന്നത്. സ്തുതി, യഹൂദ സ്തുതി എന്നാണ് എൻ്റെ അർത്ഥം. സാധാരണ ദൈവദാസന്മാർ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതുമായിരിക്കുന്ന ഭാഗം പറഞ്ഞുകൊണ്ട് അവസാന ഭാഗത്തേക്ക് വരാം. യാക്കോബിൻ്റെ വീട്ടിലല്ല ജനിച്ചതെങ്കിലും, യഹൂദൻ്റെ കുടുംബത്തിലല്ല ജനിച്ചതെങ്കിലും, യഹൂദ എന്ന പേരിലല്ല ജനിച്ചതെങ്കിലും, ആ ഗോത്രത്തിലല്ല ജനിച്ചതെങ്കിലും, ഞാൻ ഇങ്ങനെ നിങ്ങളെ ഉപദേശിക്കാം. ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ദൈവം ആരെന്നറിഞ്ഞ്, ദൈവത്തിൻ്റെ പ്രതാപവും മഹത്വവും മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാമോ? കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോൾ അതിന് സഹായിക്കാൻ വേണ്ടി ബാങ്കിൽ ചെന്ന് ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലുന്നത് പോലെ മാത്രം ദൈവത്തെ കാണാതെ, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാതെ, ഏത് വേദനയിലും, ഏത് നൊമ്പരത്തിലും, ഏത് പ്രയാസത്തിലും ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ മനസ്സ് മാറ്റിവെക്കാമോ? കഷ്ടങ്ങൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും, പരിഹാസം വന്നാലും, നിന്ന വന്നാലും ദൈവത്തെ സ്തുതിക്കാൻ ഒരു തലമുറ അങ്ങനെ ഈ ഭൂമിയിലുണ്ടായിരുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും, എല്ലാവരും നിന്ദിക്കുമ്പോഴും, എല്ലാവരും കളിയാക്കിയപ്പോഴും, ഈ നാട്ടിലെ യാതൊരു ആനുകൂല്യങ്ങളും അനുഭവിക്കാൻ സമ്മതിക്കാതെ എതിർക്കുമ്പോഴും പരാതിയില്ലാതെ ദൈവത്തെ സ്തുതിച്ചു പോകുന്ന ഒരു മുൻതലമുറ. അവരുടെ സന്തതി പരമ്പരകളെ നോക്കണം, അവരുടെ കാലാവസാനം, ജീവാവസാനം നോക്കണം. അവരിവിടെ കടലാസ് പോലെ വഴിയോരത്ത് ചുരുട്ടിക്കൂട്ടിയിട്ടെന്നല്ല ചരിത്രം പറയുന്നത്, തിരുവെഴുത്ത് പറയുന്നത്. ദൈവത്തെ വേണ്ടും വണ്ണം സ്തുതിച്ചവരും, ദൈവത്തെ വേണ്ടും വണ്ണം മനസ്സിലാക്കിയവരും, ദൈവത്തെ വേണ്ടും വണ്ണം ആരാധിച്ചവരും, ദൈവത്തെ വേണ്ടും വണ്ണം അനുസരിച്ചവരും ആരൊക്കെയുണ്ടോ അവരെല്ലാം ഈ ഭൂമിയുടെ വിരിമാറിൽ പ്രബലരായി തീർന്നിട്ടുണ്ട്. പ്രബലരായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ വാക്യം തീർന്നില്ലല്ലോ. അടുത്തൊരു വാക്ക് കണ്ടോ? അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു.
അപ്പോൾ പ്രബലനായി തീർന്നാൽ അവരിൽ നിന്ന് ഉത്ഭവിക്കുന്നത്, ചുമ്മാ ഞാൻ പറയാറുണ്ട്, അത് വേറൊരു വല്ലാത്തൊരു വാക്കായിട്ട് കണക്കാക്കരുത്, വെറും പേട്ടുതേങ്ങ പോലെ ആർക്കും കൊള്ളാത്ത കുറേ സന്തതികളും കുറേ ഉൽപ്പന്നങ്ങളും ഒരിക്കലും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ മാനിച്ചും പ്രബലരായി തീർന്ന്, ഞാൻ പണം ഉണ്ടാക്കുന്ന കാര്യമല്ല, വീട് വലുതാക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഈ ഭൂമിയിൽ പ്രബലനാകുക എന്ന് പറയുന്നത് കാശുകാരനാകുക എന്നുള്ള അർത്ഥത്തിലാണ് വിചാരിക്കുകയും ചെയ്തത്. കാശും പണമൊക്കെ ഈ കൂടെ ഉള്ളതാണ് മാന്യമായി ജീവിക്കാൻ. പക്ഷെ ആത്മീക പ്രബലത എന്ന് പറയുന്നത് ഒരന്തസ്സാണ്, ഒരാത്മീക പ്രൗഢാണ്. ആ നിലവാരത്തിലേക്ക് ദൈവോന്മുഖമായി എത്തിച്ചേർന്നാൽ അവൻ്റെ വീട്ടിൽ നിന്ന്, അവൻ്റെ കടിപ്രദേശത്ത് നിന്ന്, അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറും പേട്ടുതേങ്ങ പോലത്തെ സംഭവമായിരിക്കുകയല്ല. അവനിൽ നിന്നല്ലോ പ്രഭു ഉത്ഭവിച്ചത്. പ്രബലനായിത്തീരാൻ നോക്ക്, പ്രഭു ഉത്ഭവിക്കും. നിങ്ങൾ ചെയ്യുന്നത് ഈ സമൂഹത്തിന് ഗുണമാകും. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അനേകർക്ക് അനുഗ്രഹമാകും. പ്രഭു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരട്ടെ. അതിന് നിങ്ങൾ പ്രബലനാകണം. വെറുതെ ആകില്ല എല്ലാവരുടെ കുറ്റവും പറഞ്ഞ് ചുമ്മാ നെഗറ്റീവ് മാത്രം കാണിച്ചു തരികയും പറയുകയും ചെയ്യുന്നത് മാത്രം തപ്പിത്തടഞ്ഞു പോയാൽ ആയുസ്സിൽ പ്രബലനാകില്ല. നിങ്ങൾക്ക് ചുമച്ചും കുറച്ചൊക്കെ ഒരു മൂലയിലിരിക്കാം, എന്നും കൈ നീട്ടി ആരോടെങ്കിലും മേടിച്ചും കരഞ്ഞും നിലവിളിച്ചും അയ്യോ എനിക്കെന്നെ എങ്ങനെ പറ്റിയത്, ഞാൻ നന്നാവുമെന്ന് ചോദിച്ച് നടക്കാം. അതല്ല, ദൈവമുണ്ടെന്നും ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണെന്നും ആ ദൈവത്തെ നമസ്കരിച്ച് മഹത്വപ്പെടുത്തുമെന്നും ദൈവസന്നിധിയിൽ തീരുമാനിച്ച് അതിൽ തന്നെ തുടർന്ന് ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ചോ, ദൈവത്തിൽ തന്നെ ആശ്രയിച്ചോ, വെളിപ്പെട്ട് കിട്ടിയ സത്യങ്ങളുടെ പക്ഷത്ത് നിന്നോ, പരമ്പരാഗതമായ ആശയങ്ങൾക്കപ്പുറം പരിശുദ്ധ ദൈവം ബോധ്യമാക്കുന്ന കാര്യങ്ങളിൽ മുറുകെ പിടിച്ചു, നിങ്ങളും പ്രബലനാകും. നിങ്ങളിൽ നിന്ന് പ്രഭു ഉത്ഭവിക്കും. സംഭവിക്കട്ടെ. അതിനായിട്ടാണല്ലോ ഈ ദൂത് നമുക്ക് തന്നത്. നിരാശരാകരുത്, പ്രത്യാശയിൽ മുറുകെ പിടിക്ക്. ദൈവം ഈ കാലഘട്ടത്തിൽ ഇത് തെളിയിക്കട്ടെ. ദിനവൃത്താന്ത പുസ്തകത്തിൽ, നിങ്ങളുടെ ബൈബിളിൽ ഈ വാക്യം അടിവരയിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുക. കാലം മാറും, പ്രബലരാകും, അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനെ, തിരുവെഴുത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന എല്ലാ ആത്മീക സത്യങ്ങൾക്കായി നന്ദി. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാമയൻ്റെ കൃപ കൊണ്ട് നിറച്ചാട്ടെ. ഈ വാക്യം ഞങ്ങളിൽ അന്വർത്ഥമാകട്ടെ. കഷ്ടങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളും ഒറ്റപ്പെട്ട സ്ഥിതിയൊക്കെ പലർക്കും ഇത് കേൾക്കുന്നവർക്കുണ്ട്. പക്ഷേ എൻ്റെ ദൈവം ചിലരെ പ്രബലരാക്കണം. ദൈവത്തെ സ്തുതിച്ചും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും അങ്ങനെ ആകാനുള്ള മനസ്സ് ഇത് കേൾക്കുന്നവർക്കുണ്ടാകണം. അവരിൽ നിന്ന് പ്രഭു ഉത്ഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.